നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതായത് പുരുഷന്മാരിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ അത് കിട്ടും, അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ധർമ്മം എന്താണ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആദ്യമേ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിനെ കുറിച്ച്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊക്കെ പുരുഷന്മാരിൽ ഒത്തിരി പേരുടെ വീഡിയോ കാണാം, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് അറിയാം. പക്ഷേ പ്രൊജസ്ട്രോൺ ഹോർമോണും അതുപോലെ തന്നെ അത്യാവശ്യമായ ഒന്ന് തന്നെയാണ് പുരുഷന്മാരിൽ എന്നുള്ളത് അത് അത്ര അങ്ങ് ഓർക്കാറുള്ള കാര്യമല്ല. അതിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ റോൾ എന്നുള്ളത്. പിന്നെ കുറച്ച് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്പേം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ്, ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ് അറിയാം, പുരുഷന്മാരിലെ ഹോർമോൺസ് ടെസ്റ്റസിൽ നിന്നാണ് ഉണ്ടാകുന്നത്, വൃഷണത്തിൽ നിന്നും. അപ്പം അതിനെ ഉണ്ടാക്കാനും നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉപയോഗിക്കുന്നുണ്ട് ശരീരത്തിൽ. പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറഞ്ഞാൽ എന്തൊക്കെയാണ് ശരീരത്തിൽ പുരുഷന്മാരിൽ ലക്ഷണം കാണിക്കുക എന്നുള്ളതാണ്. സെക്സിനോട് താല്പര്യക്കുറവുണ്ടാവുക എന്നുള്ളതും, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് നമ്മുടെ ഉദ്ധാരണക്കുറവുണ്ടാകുകയും പ്രീമച്ചുർ ഇജാക്കുലേഷൻ പോലെ ശീഘ്രസ്ഖലനം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ വളരെ കൂടുതൽ ക്ഷീണവും ഇമ്മ്യൂണിറ്റി കുറവും തുടരെ രോഗം പിടിപെടുന്നതുമായ രീതിയൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ പ്രൊജസ്ട്രോൺ ഒരു നോർമൽ റേഞ്ചിൽ തന്നെയാണ് വേണ്ടത്. അത് ശരീരത്തിലെ പുരുഷന്മാരിൽ കൂടിക്കഴിഞ്ഞാൽ ഗൈനക്കോമാസ്റ്റിയ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ, അതായത് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന വളരുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് വരാറ്. പിന്നെ ഏത് ഭക്ഷണം കഴിച്ചാൽ പ്രൊജസ്ട്രോൺ നോർമലായിട്ടും ശരീരത്തിൽ നിലനിർത്താം എന്നുള്ളതാണ്. ആദ്യമേ തന്നെ സിങ്കും മാഗ്നീഷ്യവും വിറ്റമിൻ ബിയും വിറ്റമിൻ സിയും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ധാരാളമായി കഴിക്കേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഷെൽഫിഷ്, അതായത് തോടുള്ള മത്സ്യങ്ങൾ ധാരാളം കഴിക്കണം. അതുപോലെ തന്നെ സീഡ്സ്, നമുക്കറിയാം പംകിൻ സീഡ്സ് നല്ലതാണ്, അതായത് മത്തൻ്റെ കുരു നല്ലതാണ്. സൺഫ്ലവർ സീഡ് നല്ലതാണ്. അതുപോലെ തന്നെ തണ്ണിമത്തൻ്റെ കുരു നല്ലതാണ്. അപ്പം ഇതൊക്കെ നമുക്ക് സിങ്കൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഈ സീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവയൊക്കെ കഴിക്കാവുന്നതാണ്. നട്ട്സ് നല്ലതാണ്. നട്ട്സിൽ തന്നെ പ്രധാനമായിട്ടും നമുക്ക് ബദാമും വാൾനട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് ഉണ്ടല്ലോ, വെൽവെറ്റ് ബീൻസും അതുപോലെ തന്നെ ബീൻസും നല്ലതാണ്. ബ്രൊക്കോളി നല്ലതാണ്. എല്ലാത്തരം ചീരയിലും ഈ പറഞ്ഞ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പ്രൊജസ്ട്രോൺ ഹോർമോണിനെ കൂട്ടുന്നതാണ്. മുരിങ്ങക്ക വളരെ നല്ലതാണ്. മധുരക്കിഴങ്ങ് അതുപോലെ തന്നെ നല്ലതാണ്. ക്യാബേജ് അല്ലെങ്കിൽ ക്രൂസിഫറസ് ക്യാബേജ്, കോളിഫ്ലവർ പോലത്തെ വെജിറ്റബിൾസ് ഒക്കെ ഈ നമുക്ക് പ്രധാനമായിട്ടും പ്രൊജസ്ട്രോൺ ഹോർമോൺ നോർമൽ ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് വേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ ഇതിൽ നേരത്തെ പറഞ്ഞ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനോ പ്രീമച്ചുർ ഇജാക്കുലേഷനോ അല്ലെങ്കിൽ ലോ ലിബിഡോ എന്ന് പറയുന്ന ആ ഒരു ലൈംഗികതയോട് ഒരു താല്പര്യക്കുറവ് തോന്നുക, ഇവയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പ്രൊജസ്ട്രോൺ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, അതിൻ്റെ പരിഹാരം തേടാവുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.